Nobody does it better. ബോളിവുഡിന്റെ നെപ്പോക്കിണ്ടായ ടൈഗർ അണ്ണന്റെ മറ്റൊരു തൊലിഞ്ഞ കാട്ടപരാധമാണ് ബാഗി 4. നിന്നെ ഞാനെന്ത് കൊല്ലോടാ കുരുത്തം കെട്ടവന്. പടത്തിന്റെ തുടക്കം തന്നെ കാണിക്കുന്ന ഒത്തിരി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള അപകടം കാണിച്ചിട്ടാ ഭാഗ്യണ്ണം പോകുന്ന ഒരു കാറിനെ ലോറി ഇടിച്ചെറിപ്പിച്ച് അത് ഉരുണ്ട് ഒരു റെയിൽവേ ട്രാക്കിൽ പോയിട്ട് അവിടെ മലന്ന് തൊലിഞ്ഞു കിടക്കും. ട്രാക്കിൽ കൂടെ ട്രെയിൻ എടുത്തേക്ക് എത്തുമ്പോഴും അണ്ണന് ഒരു കൂസലുമില്ല. അവിടെ വെച്ച് ചത്ത് പണ്ടാറടങ്ങി ഇറങ്ങി ആ പടം അവിടെ അവസാനിച്ചനെ. എന്നാൽ ഭാഗ്യം കൊണ്ട് ട്രെയിൻ അടിക്കും, എന്നാൽ ശവൻ ചാവോ? ഇല്ല, അതും ഇടിച്ച് അണ്ണൻ കോമയിലാവത്രേ. പാവം ബ്രെയിൻ ഡെഡ് ആയത്രേ. അടിപൊളി. ഡോക്ടർ എടുത്തു വഴിക്ക് ഇതിലും വലുതെന്ത് വരാനിരുന്നത്രേ. ഇതിലും വലുതെന്ത് അവന്റെ 16 അടിയന്തരോ. അങ്ങനെ 7 മാസം പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ലാതെ അവൻ ആ ബെഡിൽ ചത്ത് കിടന്നു. ഒരു ദിവസം പതിവ് പോലെ ശുശ്രൂഷിക്കാൻ എത്തിയ നേഴ്സ് ഒന്ന് നോക്കിയപ്പോ അണ്ണൻ അവിടെ കണ്ണു തുറന്ന് മലന്ന് കിടക്കുന്നു. നേഴ്സിന്റെ കൈ കയറി പിടുത്തം അവന്റെ ഗേൾഫ്രണ്ടായിട്ട് തോന്നിയത്രേ. എന്നാൽ ഇതിനോടകം തന്നെ അവന്റെ ഗേൾഫ്രണ്ട് ചത്തുപോയെന്ന വാർത്ത അവനെ തീർത്തും ദുഃഖത്തിലാഴ്ത്തി. ഒരു നൈറ്റ് വെയർ വിട്ട് വലിയൊരു ഫ്ളാറ്റിന്റെ മുകളിൽ മലന്ന് കിടന്ന് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് താടി മീശം വളർത്തി അവന്റെ ഗേൾഫ്രണ്ടിന്റെ ബിക്കിനി ഫോട്ടോഷൂട്ടും കണ്ട് അവൻ അവിടെ കിടന്ന് അയവർക്ക. ഡിപ്രഷനാണ് ഉദ്ദേശിച്ചെങ്കിലും എണ്ണയും പുരട്ടി ചെസ്റ്റും 6 പാക്കും കാണിക്കുന്നതായിരുന്നു മെയിൻ ആയിട്ട് ഈ സീന്റെ ഉദ്ദേശം. അങ്ങനെ മുകളിൽ കാലും കയറ്റി വെച്ച ശേഷം ഉലാത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു തൊട്ട് താഴെ ഒരു 100 പേര് ഒരു കറുത്ത ഗൗൺ അണിഞ്ഞിട്ട് മയ്യത്തായി ഒരു ശവം ഏറ്റുകൊണ്ട് പോകുന്നത് അവൻ കാണുന്നത്. അണ്ണന്റെ ആ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ എല്ലാവരും കൂടെ തടസ്സം നിന്നു എന്ന ഒറ്റ കാരണത്താൽ ലവൻ താഴെ എത്തി അവിടെ ഉണ്ടായ ട്രാൻസ്ഫോമറിന് എന്തൊക്കെയോ വലിച്ചു പറിച്ചെടുത്ത് അതിലൊരു കറണ്ട് കപ്പി വെച്ച് അവൻ സിഗരറ്റ് കത്തിക്കുന്നു. അവിടെ ചെക്കന്റെ കുഞ്ഞിക്കഴപ്പ് കഴിയാത്തതുകൊണ്ട് മരിപ്പിന് വന്ന എല്ലാത്തിനെയും അവൻ കയറി അങ്ങ് മേയും. ചില്ലറ മൂപ്പൊന്നുമല്ല ഇവനെന്ന് മനസ്സിലാക്കിയ മട്ടുപ്പാവിൽ നോക്കിക്കൊണ്ടിരുന്ന ചേട്ടൻ പിറ്റേ ദിവസം തന്നെ ലവനെയും കൊണ്ട് ഒരു സൈക്കാട്രി കൊണ്ട് കാണിക്കും. എന്നാൽ ഇവിടെയാണ് ഒരു മാരകമായിട്ടുള്ള ഒരു ട്വിസ്റ്റ്. തലേ ദിവസം നൈറ്റ് ഇവനാ 100 പേരെ തല്ലി എന്ന് പറഞ്ഞില്ലേ, യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു 100 പേര് അവിടെ ഉണ്ടായിരുന്നില്ല. ഭ്രാന്ത് മൂത്ത് ഇവൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ കിടന്ന് പണിക്കൊണ്ടിരുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കൊച്ചുകുണ്ണയുടെ ഹലൂസിനേഷൻ. അവന് ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതൊക്കെ അവന്റെ ഒരു തോന്നലായിരുന്നു അത്രേ. ഇത്രയും പറഞ്ഞ് എല്ലാരും കൂടെ അവനവിടെ നിന്ന് ഊക്കി വിടും. അങ്ങനെ ഡിപ്രഷന്റെ മുകളിൽ ഡിപ്രഷൻ അടിച്ച് ഭാഗ്യണ്ണ നേരെ വന്ന് വീട്ടിൽ നോക്കിയപ്പോ ദണ്ട്ര അവിടെ തുണിയില്ലാത്തൊരു പെൺകോലം. വേറൊന്നല്ല, ഗേൾഫ്രണ്ട് ഇല്ല എന്ന് മനസ്സിലാക്കി അനിയന്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ തന്നെ അന്ന് രാത്രി അറേഞ്ച് കൊടുത്ത ഒരു സാധനം. 2 മണിക്കൂറുണ്ട് എന്താന്ന് വെച്ചാൽ പണിയിട്ട് പൊക്കോ എന്നുള്ള പറയുന്ന നേരം നോട്ടി അവൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ കടുവണനോട് അവൾ പിന്നെ ഞാൻ എന്ത് പണ്ണണം? അതിന് മറുപടിയായിട്ട് ഈ 2 മണിക്കൂർ ഈ വീടൊക്കെ വൃത്തിയാക്കി ആ പാത്രങ്ങളൊക്കെ കഴിക്കോളാനായിട്ട് അവനെ അറിയിക്കാം. This is new even for me. What are you making me do, asshole? Cabrón, joder. നല്ല ക്യാരക്ടറുള്ള കൊച്ചുണ്ണിയാണ് ഇവനെന്ന് മനസ്സിലാക്കിയ അവൾ എന്ത് ചെയ്തു, ഇവന് വേണ്ടിയുള്ള 2 മണിക്കൂർ ടൈം പീരീഡ് അവളങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. 2 ആഴ്ചത്തേക്ക് അതങ്ങ് നീട്ടി കൊടുത്തവള്. അങ്ങനെ കറങ്ങാനൊക്കെ പോയി ബീച്ചിൽ ഒരു തുണിയില്ലാത്ത ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ടൈഗർ അണ്ണൻ അവന്റെ ട്രാജിക് ലൈഫ് അവളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. പണ്ട് വളരെ പണ്ട് ഇവനൊരു നേവൽ ഓഫീസർ ആയിരുന്നു. ഒരു നേവി ഓഫീസർ ആയിരുന്നു. നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ടയുടെ കുണ്ടിയടിച്ച് ഓടിക്കുന്നതിനിടയ്ക്കായിരുന്നു അവിടെ കണ്ടൊരു പെണ്ണിന്റെ ഫോൺ തട്ടിപ്പറിച്ചെടുത്ത് അണ്ണൻ അവന്റെ തലമണ്ട് നോക്കി എറിയുന്നത്. അണ്ണന്റെ ഈ ഹീറോയിസം കണ്ടു കഴിഞ്ഞപ്പോ ആ പെണ്ണിനാണെങ്കിൽ ഇവനൊരു ക്രഷായി. താഴെ എറിഞ്ഞു പൊട്ടിച്ച ആ ഐഫോണിന് പകരം അണ്ണൻ റൊമാന്റിക് ആയിട്ട് വേറൊരു ഫോൺ അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൈമാറി. എന്നാൽ അവിടെ കടയിലിരുന്ന് ചായ കുടിക്കുന്നതിനിടയ്ക്കായിരുന്നു ഒരു പറ്റം ഗുണ്ടകൾ അണ്ണനെ ആക്രമിക്കാൻ വേണ്ടി വന്നത്. ഗുണ്ട തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ പോയിട്ടാ കാണുന്ന പ്രേക്ഷകന്റെ നെഞ്ചു കലക്കുന്ന ഒരു കിടിലൻ പ്രണയം സീൻ. അണ്ണന്റെ തലയിൽ ചാമ്പണ്ട എന്നെ ചാമ്പിക്കൊള്ളുന്നു അവന്റെ ഗേൾഫ്രണ്ട്. ഇത് കണ്ടിട്ട് അണ്ണന്റെ പേശയൊക്കെ വലിഞ്ഞു കയറിട്ടുണ്ടല്ലോ. ഗുണ്ടകളുടെ അണ്ണാക്ക് പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ഓക്കെ തന്നെ കുണ്ടിയടിച്ചാ പൊളിച്ചു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പ്രണയം കാണിക്കാൻ വേണ്ടിയിട്ട് രാത്രി മഴയത്ത് അണ്ണന്റെ 6 പാക്കും കാലിടലും കാണിച്ചിട്ട് ഒരു തൊലിഞ്ഞൊരു റൊമാന്റിക് പാട്ട്. അങ്ങനെ പ്രണയിച്ച് കൊണോണയും പറഞ്ഞുകൊണ്ട് അതിൽ ആ റോട്ടിൽ കൂടെ പോകുന്ന സമയത്തായിരുന്നു അന്ന് ആക്സിഡന്റ്. അന്ന് ട്രെയിൻ ഒന്ന് കയറി മേഞ്ഞോണ്ട് പോയില്ലേ ആ സംഭവം. കഥ കേട്ട് കഴിഞ്ഞപ്പോ ഇവിടെ 2 ആഴ്ച ടൈം പീരീഡ് നീട്ടി കൊടുത്ത പെണ്ണുണ്ടല്ലോ, അവൾക്കാണെങ്കിൽ ഇവനോടൊരു ക്രഷ്. അവള് പോണേ പോട്ടെ, നിനക്ക് തൊലിക്കാൻ ഞാനില്ലേ എന്നവൾ. അങ്ങനെ നീ പൊണ്ടാക്കണ്ടെന്ന് അവൻ. അത് കേട്ടതും പാവം അവൾക്കൊക്കെ വിഷമായി. സങ്കടം തീർക്കാൻ വേണ്ടി കുറെ നേരം വാഷ്റൂമിൽ പോയിരുന്നിട്ട് അവിടെ ഇരുന്ന് മോങ്ങി അവൾക്ക് മൂടായി. മൂഡ് മാറ്റാൻ അവിടെ ഒരു ബാറിൽ പോയിട്ട് അവളുടെ ഒരു പാർട്ടി സോങ്. അപ്പൊ ഇതേ ടൈമിൽ നമ്മുടെ അണ്ണനാണെങ്കിൽ അവിടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഭയങ്കര നൊക്ലാച്ചിയ. അതോർത്ത് മാറാല് പിടിച്ചിടക്കുന്ന തന്റെ പഴയ വീട്ടിലേക്ക് പോയി പെണ്ടാ. അവിടെ കറുത്ത ഡ്രസ് ഇട്ട് തിളങ്ങുന്ന മുത്തു പിടിപ്പിച്ച കുറെ മുഖംമൂടി അണിഞ്ഞിട്ട് കുറെ കൊണാപ്പന്മാര്. അവന്മാര് വന്ന് ഒരു കാര്യമില്ലാതെ അണ്ണന്റെ മെക്കിട്ട് കയറും. വെപ്പൺസ് ഒക്കെ കയ്യിലുണ്ടെങ്കിലും അണ്ണൻ എന്ത് വെപ്പൺസ്, ഇവൻ എല്ലാത്തിനെയും കയറി അങ്ങ് പണി വിടും. ഇതിനിടയ്ക്ക് ഒരുത്തിന്റെ ചുറ്റിക മേടിച്ച് അടിക്കുന്നതിനിടയ്ക്ക് ആ സാധനം നേരെ ചെന്ന് പിറകിലെ ഭിത്തിക്കൊണ്ട് അവിടുത്തെ ചുവര് പൊളിയും. അപ്പൊ നോക്കുമ്പോ എന്താ അതിനകത്തൊരു അപരാധിച്ച ഫോട്ടോ. അവിടെ ഒരു വമ്പൻ ട്വിസ്റ്റ്. അതായത് അണ്ണൻ ഇത്രയും നാൾ ഓർത്തുകൊണ്ടിരുന്നത് അതൊരു ഹലൂസിനേഷൻ ആയിരുന്നില്ല, അവന് ശരിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ പെണ്ണിനെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് അവൻ അവിടെ കണ്ടത്. അത് കണ്ടതുകൊണ്ടല്ലോ അണ്ണന്റെ നെഞ്ചു കലങ്ങിപ്പോവും. റൊമാന്റിക് അങ്ങ് മൂത്ത് നിന്നിട്ട് അവിടെ അടിച്ചിട്ടൊരു ഗുണ്ടനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അവന്റെ എക്സ്പ്രഷൻ കാണണപ്പോ എന്നോട് കൊച്ചുകൊണ്ടേ കാണിക്കുന്നത് വിടുക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ മാറി തന്റെ ചേട്ടൻ ഡോക്ടറും അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തന്നെ. അതിന്റെ വിഷമം മാറ്റാൻ വേണ്ടി അവരന്വേഷിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരെയും ആരോ കൊന്നു കളഞ്ഞേക്കുന്നു. സങ്കടം മാറ്റാൻ വേണ്ടി ഇപ്പൊ ഇവന്റെ കൂടെയുള്ള മറ്റേ പെണ്ണുണ്ടല്ലോ അതിനിടത്തേക്ക് വന്നപ്പം അതിനെ വേറെ ആരെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു. എന്റെ
എന്റെ പെണ്ണിനെ തൊടുന്നോടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കിച്ചണിലേക്ക് കയറി അവിടെ ആകെ അലമ്പാക്കി മൂടിപ്പിച്ച് നാശിപ്പിക്കും. ഇതിനിടയ്ക്ക് അവന്റെ ശ്രദ്ധ മാറിയപ്പോ ആ പെണ്ണിന് ആരോ ചാമ്പി, അവളങ്ങ് ചത്ത്. അതും പിന്നെ ഒരു പ്രണയത്തിലൂടെയുള്ള മരണമായിരുന്നു കേട്ടോ. അണ്ണനെ ഗുണ്ട വെടി വെക്കാൻ നേരം അവള് ചാടി കയറിയതാ. എന്നാൽ മരിക്കുന്നതിന് മുന്നേ അവളൊരു സത്യം പറഞ്ഞു കേട്ട് അണ്ണൻ ഞെട്ടിപ്പോയി. അതായത് ഇവന്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ, അവളെ ഓൾറെഡി അവൾക്ക് അറിയായിരുന്നു. പിന്നെ പറയാ അവള് മരിച്ചിട്ടില്ല പോലും. ആകെ കൺഫ്യൂസ്ഡ് ആയി പോയി നമ്മുടെ ഭാഗ്യണ്ണൻ നേരെ പോയിട്ട് തന്റെ ഗേൾഫ്രണ്ടിനെ അടക്കിയിട്ടിരിക്കുന്ന ആ ശവക്കല്ലറ ഉണ്ടല്ലോ, ആ ശവക്കല്ലറ അതങ്ങ് തുറന്നു നോക്കും. തുറന്നു നോക്കിയപ്പോ അതിനകത്ത് എന്താ, അക്വേറിയത്തിലിടുന്ന കുറെ വെള്ളാരം കല്ല്. ചത്ത ഗേൾഫ്രണ്ടും ഇവനെ ഊക്കി. കുഴിച്ചിടാൻ നേരത്ത് അണ്ണനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ശവപ്പെട്ടിക്ക് വെയിറ്റ് തോന്നണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഏതൊരുത്തും ചെയ്തു വെച്ച ഒരു അപരാധമായിരുന്നു അത്രയത്. അങ്ങനെ ഈ ഒരു തൊലി കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് വേറൊരു സംഭവം. കഥയിലെ മെയിൻ വില്ലനായിട്ടുള്ള സഞ്ജു ഭായ്, പുള്ളിയുടെ ഇൻട്രോ. ഇറച്ചിവെട്ടാണ് പുള്ളിയുടെ പണിയെന്ന് തോന്നുന്നു. വന്നോരം പോണേരൊക്കെ പുള്ളി വാകത്തി വെച്ച് തുണ്ടുണ്ടായിട്ട് വെട്ടി വിടുന്നുണ്ട്. ഈ വെട്ടലും കഴിഞ്ഞ് പുള്ളി നേരെ പോയത് ഒരു പെണ്ണിന്റെ അടുത്തേക്കാ. അവളാരാ? അവളാണ് നമ്മുടെ ഭാഗ്യണ്ണന്റെ ഗേൾഫ്രണ്ട്, അതായത് ചത്തു എന്ന് പറയപ്പെടുന്ന അവന്റെ ഗേൾഫ്രണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സഞ്ജു ഭായ് പുള്ളി പെരിയ ഗാങ്സ്റ്റർ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. ഈ ഗേൾഫ്രണ്ട് ആണെങ്കിൽ നമ്മുടെ ടൈഗർ അണ്ണന്റെ ഗേൾഫ്രണ്ട് ഉണ്ടല്ലോ, അവളായിട്ട് എക്സാക്ട് മാച്ചാ, സെയിം ലുക്ക് ലൈക്ക്. ടൈഗർ അണ്ണന്റെ ഗേൾഫ്രണ്ട് ഒരു നിഷ്കുവായിരുന്നെങ്കിൽ സഞ്ജയണ്ണന്റെ ഗേൾഫ്രണ്ട് ഒരു ഗുണ്ടിച്ചിയായിരുന്നു. അധോലോകം ഉറപ്പിച്ചിരുന്ന ഒരു ഗുണ്ടിച്ചി. അത് പറയാനെന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വർഷങ്ങൾ തോനെ മുന്നേ സഞ്ജു ഭായിയുടെ ഈ ഗേൾഫ്രണ്ട് അവളൊരു പാർട്ടിയിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് കുറെ മറ്റവന്മാർ വന്ന് ഇവളുടെ അടുത്ത് അപമര്യാദയെ പെരുമാറും. കയറി പിടിച്ചവന്റെ കൈ മെട്ടി കൂടെയുള്ളമാരെല്ലാം തീർത്തിട്ട് അവൾ എന്ത് ചെയ്യും, ആ കൈയായിട്ട് നേരെ പോയത് സഞ്ജുബായുടെ അടുത്തേക്ക്. എന്നെ കയറി പിടിച്ചവന്റെ ഗതി നോക്കടാ എന്നും പറഞ്ഞ് ആ കൈ എടുത്ത് അവന്റെ നേരെ ഒറ്റ കയറി. സഞ്ജുബായുടെ പേരാണ് ചാക്കോ ഗ്യാങ്സ്റ്റർ. കാന്താരി പെണ്ണിന്റെ ഹീറോയിസം കണ്ട് ചാക്കോ മാഷിന് പ്രണയം പൂക്കും. ഇവൾക്കും അനുരാഗം മൂത്ത് എന്നെ കയറ്റി ചാക്കോ എന്നും പറഞ്ഞുകൊണ്ട് ചാടി വരും പ്രൊപ്പോസ് ചെയ്യാനായിട്ടേ. വേവ് ലെങ്ത് രണ്ടും മാച്ച് ആയതോടുകൂടി ഇവർ രണ്ടും കെട്ടാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വെഡിങ്ങിനിടയ്ക്ക് മോതിരം കൈമാറാൻ വേണ്ടി പോകുമ്പോ ഇവള് തലേ ദിവസം കൈ വെട്ടിക്കളഞ്ഞില്ലേ, ലെവൻ അവന്റെ പിള്ളേരെ വിളിച്ചുകൊണ്ട് അങ്ങനെ നീ ഇപ്പൊ ഉണ്ടാക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണ മണ്ഡപം ഒരു യുദ്ധക്കളമാക്കും. വെക്കടാ വെടി. എവരും വിട്ടുകളയോ, റൊമാൻറ്റിക് മൂഡ് വിടാതെ അവരും വെക്കും വെടി. തിരിഞ്ഞു മറിഞ്ഞും അവിടെ ഇവിടെയും കാലിനിടയിലും വെടിവെച്ച് അവിചാരിതമായി പാഞ്ഞു വന്നൊരു ബുള്ളറ്റ്. അത് നമ്മുടെ സഞ്ജുബായിയുടെ ഗേൾഫ്രണ്ടിന്റെ നെഞ്ചത്ത് കയറും. ഓൺ ദ സ്പോട്ടിൽ അവളെ തെക്കോട്ടെടുക്കും. ഖത്തം. വിഷമം തങ്ങാനാവാതെ ചാക്കോ ഗ്രാ എന്നൊച്ചെടുക്കും. എന്നിട്ട് സൈക്കോത്തരം കൂടി നേരെ പോയത് അവിടുത്തെ ഒരു പള്ളിയിലേക്ക്. എന്റെ ഗേൾഫ്രണ്ടിന്റെ മര്യാദയ്ക്ക് തിരിച്ചു നിന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം, എന്റെ തനിക്കൊണ പറയുന്നു പറഞ്ഞിട്ട് അവിടെ കിടന്നൊരു ഭീഷണി. രറ്റടിക്ക് അവിടുത്തെ പള്ളിയുടെ തറയൊക്കെ തറന്നിട്ട് മണി കിടന്ന് കുലുങ്ങും. കരഞ്ഞ് ദണ്ണം പറഞ്ഞ അവൻ പുറത്തേക്ക് പോയപ്പോഴാണ് അവിടെ ചായക്കടയിലെ ഫൈറ്റ്. അതായത് നമ്മുടെ ടൈഗർ അണ്ണൻ ഗേൾഫ്രണ്ടിന് ഐഫോൺ മേടിച്ചു കൊടുക്കാൻ പോയല്ലോ, അപ്പൊ ഉണ്ടായ ഒരു ഫൈറ്റ് ഇല്ലേ, ആ ഫൈറ്റ്. അയ്യോ മരിച്ചുപോയി എന്റെ ഗേൾഫ്രണ്ട് വന്നല്ലോ എന്ന് അർമാദിച്ച ചാക്കോ അണ്ണൻ പിന്നീട് ഓരോ ദിവസം അവൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ ആക്സിഡന്റ്. ടൈഗർ അണ്ണനെ ആ ട്രെയിൻ വന്ന് പണിവിട്ട ആ ആക്സിഡന്റ്. ആ മൊമെന്റ് തന്നെ ഇവന്റെ ഗേൾഫ്രണ്ടിനെയും ചാക്കോ അടിച്ചുകൊണ്ടുപോയി. അതാണ് ശരിക്കും നടന്ന ഈ തൊലിഞ്ഞ ഫ്ലാഷ് ബാക്ക്. തട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ചാക്ക കുറെ റൊമാൻറ്റിക് ആവാൻ നോക്കുന്നുണ്ട്. പെണ്ണിന് ഗിഫ്റ്റ് ആയിട്ട് ഒരു കടുവനെ കൊടുക്കും. എല്ലാ ദിവസവും ചാക്ക നൈറ്റ് ആവുമ്പോൾ മോതിരായിട്ട് വരും, എന്നെ കെട്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ അവളാണെങ്കിൽ ആദ്യം തയ്യാറാവില്ലെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഒരു കാര്യം പറയും, ഒരു ഡിമാൻഡ് വെക്കും. ഓക്കട മരമൊണ്ണേ നിന്നെ ഞാൻ കെട്ടാം, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന എന്റെ ടൈഗർ എന്നെ മറക്കണം. അങ്ങനെ ഈ പെണ്ണിനെ മറക്കാൻ വേണ്ടിയിട്ട് ചാക്കോണ റെഡിയാക്കിയതായിരുന്നു ടൈഗറിന് മറ്റേ ആ പെണ്ണ്. ആ 2 മണിക്കൂർ നേരത്തേക്ക് വന്ന പെണ്ണില്ലേ ലവള്. അതായത് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ അപരാധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാക്കോ മാഷ് പൈസ കൊടുത്ത് റെഡിയാക്കി നടത്തിയ കാര്യങ്ങളായിരുന്നു അത്രേ. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും ടൈഗറിന്റെ കൊണച്ച മനസ്സ് മാറുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഏറ്റവും അവസാനത്തെ ശ്രമം എന്ന് വിചാരിച്ച് നമ്മുടെ ടൈഗർ അണ്ണൻ മറ്റവളായിട്ട് നടക്കുന്ന കുറെ വീഡിയോസും ഫോട്ടോസും എടുത്തിട്ട് നേരെ ഇവളെ കാണിക്കും. ടൈഗർ അവൻ പുറത്തെടുത്ത് വേറൊരുത്തരെ കൂടെയാണെന്ന് അവനെ കച്ചും. എന്ന് കാണുന്ന നമ്മൾ വിചാരിക്കും, ഓക്കെ ടൈഗർ അണ്ണൻ പാവാ, അവൻ എന്നെ വിട്ടേച്ച് അങ്ങനെ പോകുന്നില്ല, അവൻ നല്ല മനസ്സുള്ളവനാ എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചപ്പോ അവൾ എന്ത് ചെയ്യും, അതങ്ങ് വിശ്വസിക്കും. എന്നാൽ ഇതിനെ കലിമൂത്ത ചാക്കോമാഷ് എന്ത് ചെയ്യും, ടൈഗർ അണ്ണനെ തട്ടിക്കൊണ്ടുവന്നിട്ട് ഈ പെണ്ണിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തും. അതായത് ഇവന്റെ ഗേൾഫ്രണ്ടിനെ. മറ്റേ പെണ്ണായിട്ട് ഇവന് റിലേഷൻ ഉണ്ടെന്നും അവളായിട്ടാണ് പൊറുതി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവന്റെ ഗേൾഫ്രണ്ടിനെ ചാക്കോമാഷ് കൊല്ലും. ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവനെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കാം. അങ്ങനെ ഇവന്റെ ഗേൾഫ്രണ്ടിനെ തിരുമോന്ന് നോക്കി അവൻ ആ കാര്യങ്ങൾ എഴുന്നള്ളിക്കും. അവൾക്ക് ദേഷ്യം വന്നില്ലേ, അവള് പറയാ എടാ പന്നെ കൊച്ചുകൊണ്ടേ പിന്നെ എന്തിനാണ് ഇത്ര നാള് എന്റെ കൂടെ തൊലിഞ്ഞു നടന്നത് എന്നും പറഞ്ഞുകൊണ്ട് നേരെ പോയിട്ട് ചാക്കോമാഷിന്റെ അടുത്ത് പറയാ, ബാ നമുക്ക് കെട്ടാന്ന്. ഇത് കേട്ടത് നമ്മുടെ ചാക്കോമാഷിന്റെ മനസ്സങ്ങ് പൂത്തിലെയും. അങ്ങനെ കല്യാണ തീയതിക്ക് ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം ഇയാൾ വേറൊരു കാര്യം കൂടി ചെയ്യും. നമ്മുടെ ടൈഗർ അണ്ണനുണ്ടല്ലോ, പുള്ളിനെ പ്രത്യേകം ഒരു ഇലക്ട്രിക് കമ്പിയിൽ തൂക്കിയിട്ടിട്ട് 2 കൈ നീട്ടിപ്പിടിച്ച് ഷോക്ക് അടിപ്പിച്ച് കൊല്ലാൻ നോക്കും. ആസനത്തിൽ കറണ്ട് കയറിയിട്ടും ടൈഗർ അണ്ണന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഇതൊന്നും എനിക്കൊരു ഷോക്കല്ല, ഇതെന്റെ ജസ്റ്റ് വാമപ്പാത്രേ. ലെവൻ അപ്പൊ തന്നെ ചെങ്ങലൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് വന്നിട്ട് ഗുണ്ടകളൊക്കെ അടിച്ച് ഒതുക്കിയിട്ട് നേരെ പോകും. എവിടേക്ക്, കല്യാണം നടക്കുന്ന ആ പള്ളിയിലേക്ക്. പള്ളി ചെന്ന് അവിടെയും തല്ല്. കുറെ തൊപ്പി വെച്ച വൈറ്റ് ഡ്രസ് ഇട്ട കുറെ ടീമുകൾ, ഒരു 10-100 പേരുണ്ട്. ചേട്ടനും അനിയനും അമ്മാവനും അമ്മായിയും എല്ലാം കൂടെ കൂടി. എന്ന ടൈഗറണ്ണൻ എന്ത് പുഷ്പം പോലെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഒക്കേത്തിന് അടിച്ച് പരത്തിയിടും. എന്നിട്ട് ലാസ്റ്റ് പ്രേക്ഷകർ ഇത്രയും നേരം കാത്തുകൊണ്ടിരുന്ന ആ തൊലിഞ്ഞ ഫൈറ്റാ, അതായത് നമ്മുടെ ചാക്കോ മാഷും ടൈഗറിനും തമ്മിലുള്ള ഫൈറ്റ്. ആ 100 പേര് അടിച്ചിട്ടപ്പോഴേക്കും ടൈഗറണ്ണൻ ക്ഷീണിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ചാക്കോയുടെ ഒരു പിടിച്ചക്കാരായിട്ട് പുള്ളിക്കായില്ല. തല്ലി പദം വരുത്തിയിട്ട് ടൈഗറണ്ണനെ അവിടെ മലത്തിയാ കിടത്തും. ഇപ്പൊ എന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള പെണ്ണുണ്ടല്ലോ, അവളുടെ അടുത്ത് ചാക്കോ മാഷ് പറയാ, നീ ഒരു കാര്യം ചെയ്യും, അവനെ പോയി കൊന്നേച്ചു വന്ന് ഒരു ഗണ്ണെടുത്ത് കൊടുക്കും. എന്നാ ഇപ്പൊ ഉണ്ടോ യജ്ജാതൊരു ട്വിസ്റ്റ്, എന്റെ ടൈഗറണ്ണനെ ഞാൻ കൊല്ലണോ, പോയി ഉംബ്രാന്ന് ചാക്കോ മാഷിനോട് അവൾ. ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചാല് ഇത്രയും നേരം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് ടൈഗറും ഇവളും കൂടി ചേർന്ന് പ്ലാൻ ചെയ്തത്രേ. അതായത് ഈ കൈയും വെച്ചുള്ള ഒരു ലവ് സിമ്പിൾ ഉണ്ടല്ലോ, ഈ സംഭവം അവരുടെ ട്രേഡ് മാർക്കാ. അവരെപ്പോ കാണുന്ന സമയത്തും ഈ സംഭവം വെക്കാറുണ്ട്. അതായത് ഇവനന്ന് കൊണ്ടുവന്ന സമയത്ത് ഇവനെ കൊണ്ട്
കള്ളം പറയിപ്പിക്കല്ലോ മറ്റവളായിട്ട് റിലേഷൻ ആണെന്നുള്ള കാര്യം. എന്നാൽ അവരൊക്കെ നോക്കിക്കുന്ന സമയത്ത് അവന് സത്യം പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു, അപ്പൊ തന്നെ അവരാരും കാണാണ്ട് ഇവളുടെ കയ്യിൽ ആ ലവ് സിമ്പിൾ വെച്ച്. അപ്പോൾ അവൾക്ക് മനസ്സിലായല്ലോ ഇപ്പോഴും അവന് ഇഷ്ടമുണ്ടെന്നുള്ളത്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ആകെ നെഞ്ച് നീറി നിൽക്കാൻ നമ്മുടെ സൈക്കോണ്ണൻ ചാക്കോമാഷ്. ഇതൊക്കെ കണ്ടുകൊണ്ട് കർത്താവിന്റെ രൂപം അവിടെ മുകളിൽ നിൽക്കുന്നുണ്ട്. ഇനി അവരത് നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്തു, ആ മരക്കുരിശം ഒടിച്ചു വീഴ്ത്തിയിട്ട് നേരെ നമ്മുടെ ചാക്കോമാഷിന്റെ നെഞ്ചത്തൊക്കെ വീഴ്ത്തി. ഓൺ ദ സ്പോട്ടിൽ അങ്ങനെ മരിച്ചു. അങ്ങനെ ടൈഗറും ഗേൾഫ്രണ്ടും ഒന്നിച്ചു. നമ്മുടെ ചാക്കോമാഷിന്റെ സഫലമാകാതെ പോയ പ്രണയമുണ്ടല്ലോ, അതിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് പുള്ളീനെയും പിന്നെ അങ്ങേരുടെ ഇവളെ പോലെ ഇരിക്കുന്ന അവന്റെ കാമുകിണ്ടല്ലോ, രണ്ടുപേരെയും ഒരു സ്ഥലത്ത് നടക്കും. ഇത് കഴിഞ്ഞ് ടൈഗറും പിന്നെ അവന്റെ ഗേൾഫ്രണ്ടും പോയിട്ട് ഒരു ഐറ്റംസ് വന്നു. ഇതോടുകൂടിയാണ് ഈ അപരാധിച്ച കാട്ടപരാധ പടം അവസാനിക്കുന്നത്.